നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പം ഇന്നത്തെ അതിഥികൾ DNA എന്ന സിനിമയിലെ നായകൻ ശ്രീ അഷ്കർ സൗദാൻ, ഒപ്പം നായിക ഹന്ന റെജി കോശി. രണ്ടുപേർക്കും സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പടം നല്ല ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ത്രില്ലർ സിനിമകളുടെ വളരെ ആൾക്കാർ വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു സിനിമ വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഇംപ്രഷൻ എന്താണ്? ആദ്യത്തെ ഇംപ്രഷൻ എൻ്റെ ഡയറക്ടറാണ് ടി എസ് സുരേഷ് ബാബു സാറിൻ്റെ കൂടെ ടി എസ് സുരേഷ് ബാബു സാറിൻ്റെ കീഴിൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പല ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്, കന്യാകുമാരി എക്സ്പ്രസ്സിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ പടം ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചു പോയി കണ്ട ഒരാളാണ് ഞാൻ. അന്ന് ഡയറക്ടർ ആരാണ് എന്തോന്ന് അറിയില്ല. നമുക്കപ്പോഴും മമ്മൂട്ടിനെ മാത്രമേ അറിയത്തുള്ളൂ, അതായത് എൻ്റെ അമ്മാവനെ മാത്രമേ അറിയത്തുള്ളൂ. ആ പടം ഡയറക്റ്റ് ചെയ്ത അദ്ദേഹം അത്ര വലിയ ആളുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഞാൻ നായകനെന്നോ വില്ലനെന്നോ സഹനടനോ ഒന്നും പറയില്ല, അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ പറ്റി. അദ്ദേഹം വർക്ക് ചെയ്യുന്നൊരു പടത്തിൽ അഭിനയിക്കാൻ പറ്റി. വളരെ സന്തോഷമാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിന്ന് ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കാരണം വലിയൊരു ക്യാരക്ടറാണ് എനിക്ക് അദ്ദേഹം തന്നത്. പിന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്തു എൻ്റെ പ്രൊഡ്യൂസർ KB അബ്ദുൽ നാസർ സാറ് സപ്പോർട്ട് ചെയ്തു, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ബെൻസി പ്രൊഡക്ഷൻസ് അതൊരു വേറൊരു മൈൻഡിൽ നിൽക്കുകയാണ്. ഇറങ്ങിയിട്ടില്ല ആ കഥ. ലക്ഷ്മി നാരായണൻ എൻ്റെ കഥാപാത്രം, ആ കഥാപാത്രത്തിന് ഇറങ്ങിയിട്ടില്ല ഞാൻ. അത് ഒരു വേറെ സംഭവമാണ്. ഹന്നയ്ക്ക് സ്വന്തം പേര് കിട്ടിയല്ലോ പടത്തിൽ. അതെ അതെ, അത് എന്തുകൊണ്ട് അങ്ങനെ ഇട്ടെന്ന് എനിക്കറിയില്ല. ഇനീഷ്യൽ എൻ്റെ വേറെ പേരായിരുന്നു. ബട്ട് ഹന്ന എന്ന് തന്നെ പിന്നീട് അവർ തന്നെ തോന്നി മേ ബി ക്യാരക്ടറിന് സൂട്ടാവും തോന്നി ഹന്ന അലക്സാണ്ടർ. എൻ്റെ സെക്കൻഡ് നെയിം മാറ്റി ഹന്ന അലക്സാണ്ടർ എന്നിട്ടു. കഥാപാത്രം ഏതാണ്ട് സെയിം തന്നെയാണ്. ഇതുപോലെ തന്നെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു ഫൺ ടൈപ്പ് ആയിട്ടുള്ള RJ ആയിട്ട് തന്നെയാണ്, RJ ഹന്ന. സോ എനിക്കിത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. മേ ബി എനിക്ക് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വന്നില്ല. ഒരു കഥാപാത്രം അവൻ കൈൻഡ് ഓഫ് എനിക്ക് റെസൊണേറ്റ് ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി എന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് ഐ വാസ് ഓക്കെ ഡൂയിങ് ദ പാർട്ട്. എനിക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് RJ ഹന്നയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. എന്ത് കൂടുതൽ എന്തെങ്കിലും കൗണ്ടർ തിരിച്ച് അതേപോലെ കൗണ്ടർ പറയാം. ഞങ്ങൾ RJ സൈഡ്. നിങ്ങൾക്ക് കൗണ്ടർ പറയാൻ പറ്റില്ലല്ലോ, സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന സാധനമല്ല പറയാൻ പറ്റും. ആ സ്ക്രിപ്റ്റിൽ ആക്ച്വലി കൗണ്ടർ പോലെയാണ്. RJ ആയിട്ടാണെന്ന് പറയുന്നത്. അപ്പം RJ ആയിട്ടാകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പറയല്ലോ, ഹലോ നമസ്കാരം അഷ്കർ സൗദാൻ, ഇങ്ങനെ ഒരു ഹൈലൈറ്റിൽ വേണമല്ലോ പറയാൻ. ഞാനതൊക്കെ ഇവിടെ ഇരുന്ന് രഹസ്യമായിട്ട് പഠിച്ച കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അന്നെ വന്ന് പറഞ്ഞത് എങ്ങനെ പറയും നമ്മൾ? ഞാൻ പറയും ഇങ്ങനെ പറഞ്ഞാൽ മതി, ഐ എം ഹന്ന അലക്സാണ്ടർ, അങ്ങനത്തെ കുറേ ഡയലോഗിലും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് തഗ്ഗുണ്ട്. കട്ട് ചെയ്ത് പോയി, പക്ഷെ എന്നാലും ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ഫൺ. കാരണം ഞാൻ RJ സംഭവങ്ങൾ നമ്മൾ ഇതിൽ നിൽക്കുന്ന FM എന്ന് പറഞ്ഞാൽ വെളിയിൽ ആൾക്കാർ കാണുന്നില്ല. നമ്മൾ സിനിമയിൽ ഫസ്റ്റ് ടൈം കാണിക്കുന്നതാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. RJ വന്ന സിനിമകൾ മുമ്പുണ്ടായിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഭയങ്കര ഹൈ ലെവലിൽ കാണിച്ചിട്ടുണ്ട്. ഓവറായോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അല്ല, അത് നാട്ടുകാർ പറയട്ടെ. അല്ല, എന്തായാലും ആ സ്റ്റൈലിലാണല്ലേ നമ്മളിപ്പോൾ FM കേൾക്കുമ്പോഴാണ് ഹലോ നമസ്കാരം, അതാണ് ഞങ്ങൾ RJ സംസാരിക്കുന്നു, ഞാൻ ഇതാണ് സംസാരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് അതാണ് നമ്മൾ കാണിക്കുന്നതാണ്, അങ്ങനത്തെ ഒരു സ്റ്റൈലിലല്ലേ പോണേ. അപ്പം നമ്മൾ ആ ഒരു ലെവല് പിടിച്ചതാണ്. ദൈവത്തിന് അറിയാം. അല്ല, അത് ശരിയാണ്. ഈ പറഞ്ഞ പോലെ പുറത്ത് ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, സകല ആക്ഷൻസും സ്ട്രെസ് ചെയ്യണമെന്നുണ്ട്. ക്യാമറയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും മേ ബി എൻ്റെ ഒരു വിശ്വാസത്തിൽ DNL കാണിച്ചിട്ടുണ്ടെന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ ശിഷ്യയായിട്ട് എൻ്റെ ശിഷ്യത്വം ചെയ്യാൻ അന്ന വന്നു. അഷ്കർ എങ്ങനെ നമ്മളിത് ചെയ്യും? ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ ജിഗോഷി നമ്മൾ 91.9 FM. അല്ല, ഈ പറഞ്ഞ അത്യാവശ്യം ആഗ്രഹിക്കുന്ന അത്ര സിനിമകൾ കിട്ടിയില്ലെങ്കിൽ വേണമെങ്കിൽ RJ ആയിട്ട് ജീവിക്കാൻ എന്തെങ്കിലും വഴിയൊക്കെ വഴി കിട്ടും. സുരേഷ് ബാബുവിനെ പോലെ ഒരു ജയന്റ് ഡയറക്ടർ ഏതാണ്ട് 1980-കളിൽ 84 തൊട്ടിങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാണ്. മമ്മൂട്ടിയെ പോലുള്ള വലിയ ആക്ടേഴ്സിനൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആൾ, സുരേഷ് ഗോപിയുടെ പല പടങ്ങൾ ചെയ്തിട്ടുള്ള ആൾ, മോഹൻലാലിന്റെ ഒരു പടമാണ് അദ്ദേഹം ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. ഒരുമിച്ച് ശങ്കർ സാറ്, മോഹൻലാൽ സാറ്, മമ്മൂട്ടി സാറ് ഒരുമിച്ച് ഇതാ എന്ന് മുതൽ. അതെ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പ്രൈം മിനിസ്റ്റർ സാറിന് അത്രയും എക്സ്പീരിയൻസ് ഉള്ള, അത്രത്തോളം ഇൻഡസ്ട്രിയിലുള്ള പേരുള്ള ഒരു സംവിധായകൻ വേണമെങ്കിൽ പുതിയൊരു ആക്ടറെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പുതുതായി വന്ന ആക്ടേഴ്സിനെ സംബന്ധിച്ച് ഒരു ഭയത്തോടെ കാണാവുന്ന ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി അഭിനയിക്കുമ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞു തരുന്നൊക്കെ തന്നെ ചെയ്യാവുന്നതാണോ? അദ്ദേഹത്തോട് സജഷൻസ് പറയാവുന്നതാണോ? എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇതിൻ്റെ കഥകൾ പറയുമ്പോൾ ഒരുപാട് കഥകളുണ്ട്. കുറേശ്ശെ ജീവചരിത്രം പറയേണ്ട പോലെയുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് ഓഫർ ചെയ്തു, നമുക്കൊരു പടം ചെയ്യാം, നല്ലൊരു പടം ചെയ്യാം, അഷ്കർ നല്ലൊരു സ്ക്രിപ്റ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു പോലീസ് സബ്ജക്റ്റാണ്. എൻ്റെ പ്രൊഡ്യൂസർ എന്നെ സപ്പോർട്ട് ചെയ്തു, ബെൻസി പ്രൊഡക്ഷൻസ് അബ്ദുൽ നാസർ സാറ്, അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പം ഞാൻ പലരെ അപ്രോച്ച് ചെയ്തിരുന്നു. ഞാൻ ഇത്ര സീനിയർ ആളുടെ അടുത്ത് ചെന്നില്ല.
എൻ്റെ മിസ്റ്റേക്ക് ആണെന്നോ എൻ്റെ സമയം അതാണെന്നോ എനിക്കറിയത്തില്ല. ഇത്രയും കാരണം എനിക്ക് അത്രത്തോളം ബന്ധമുള്ള അദ്ദേഹം ടി.എസ്. സുരേഷ് ഭവൻ സാറിനെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. കന്യാകുമാരി എക്സ്പ്രസ്സിൽ ഞാൻ ചെറിയ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ പെടണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അദ്ദേഹത്തിന് ലാസ്റ്റ് എത്തിപ്പെടുവാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്, സാറേ നമുക്കൊരു സ്ക്രിപ്റ്റ് എനിക്ക് വേണം, ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ റെഡിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് നോക്കാം മോനെ, നോക്കാം, അങ്ങനെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു സാറേ എല്ലാം ഓക്കെയാണ്, അപ്പം പ്രൊഡ്യൂസർക്ക് ഓക്കെയാണ്, എനിക്കൊരു നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ ഞാനൊരു പ്രോജക്റ്റിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു പണി ഞാൻ അച്ചു തന്നെ വിളിക്കുന്നു. അച്ചു ഞാൻ അത്രത്തോളം ബന്ധമുണ്ട്. ഒരു ചേട്ടനെ പോലെ അച്ഛനെ പോലെയോ ഗുരുനാഥനെ പോലെയാണ് ടി.എസ്. സുരേഷ് സാർ ഞങ്ങളുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഒരു പണിയാണ്, ഞാൻ മോനെ നായകനാകാം, എല്ലാം റെഡിയാണ് നമുക്ക്. ഞാനങ്ങ് അത്രയും വലിയൊരു വേണമെന്നില്ല, അത് വേറെ ലെവലായിപ്പോയി. അപ്പോൾ സ്ക്രിപ്റ്റ് ഓക്കെ ആയി, ഒക്കെ സന്തോഷം വന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ നിമിത്തവും ഞങ്ങളുടെ പ്രൊഡ്യൂസർ സപ്പോർട്ട് തന്നെ, പ്രൊഡ്യൂസർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഡയറക്ടർ ഓക്കെ ആയി. അങ്ങനെ ഞാൻ ഈ DNA എത്തി. അതിപ്പോൾ എന്ത് പറയാം, നമ്മൾ വേറൊരു മൈൻഡിൽ നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷം. പുതിയ കാലത്തിനൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നൊരു കാര്യം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം പഴയ വളരെ മിടുക്കരായിട്ടുള്ള സംവിധായകർ പലരും പുതിയ കാലത്തിൻ്റെ മേക്കിംഗ് രീതികളോട് പൊരുത്തപ്പെടാൻ പറ്റാതെ അല്ലെങ്കിൽ ഒപ്പം പിടിക്കാൻ പറ്റാതെയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടോ ഗ്യാപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അദ്ദേഹം ഒരു ഗ്യാപ്പിന് ശേഷം വരുന്നത്. ഞാൻ പഴയ സംവിധായകരുന്നു, പുതിയ സംവിധായകരുന്നു, എല്ലാവരും അവർ ഡെഡിക്കേറ്റഡ് ആണ്. എല്ലാ മനുഷ്യരും ഡെഡിക്കേറ്റഡ് ആണ്. പഴയ സംവിധായകരുന്നു, പുതിയ എൻ്റെ ഒരു ഇത് പറയാണ് കേട്ടോ. പഴയ സംവിധായകർ, പുതിയ ടെക്നോളജി, ഇതെല്ലാവരും ഇവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ടെക്നോളജി എങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ടെക്നോളജിയിൽ ഓക്കെയാണ്, നമ്മുടെ DNA ഓക്കെയാണ്. അതിന് യാതൊരു മോശം ആരും പറഞ്ഞിട്ടില്ല. നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. സൗന്ദര്യ മത്സരത്തിന്റെ തട്ടുകളിൽ ഹന്നയെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്താണ് ഈ നിർത്തിയ പരിപാടി? നിർത്തി അങ്ങനെയല്ല, എല്ലാ സിനിമകളും ചെയ്തിട്ടും. എനിക്ക് ആക്ച്വലി ഞാൻ സിനിമയിലേക്ക് വരാൻ വേണ്ടി വന്നതല്ല, മോഡലിംഗ് ആയിരുന്നു ഇഷ്ടം. അപ്പോൾ എല്ലാ ഇൻ്റർവ്യൂസിൽ പണ്ടോട്ട് പറയുന്നതാണ് മിസ് ഇന്ത്യ മത്സരങ്ങൾ. ചെറുപ്പം തൊട്ടേ മേ ബി ഒരു 4ാം ക്ലാസ് തൊട്ട് എനിക്ക് ഇഷ്ടമാണ്. അന്നേരം തൊട്ടുള്ള ആഗ്രഹങ്ങളാണ് മോഡലിംഗ്, റാമ്പ് വാക്ക്, മിസ് ഇന്ത്യ മത്സരമൊക്കെ. അന്നേരം തൊട്ടുള്ള പേപ്പർ കട്ടിങ്സ് എൻ്റെ വീട്ടിലുണ്ട്. ഒരു മേ ബി ഈ പറഞ്ഞിരിക്കുന്ന ഒരു റൂമിൽ ഓൾമോസ്റ്റ് ഒരു കോർണറിൽ നിറയെ പേപ്പർ കട്ടിങ്സ് എടുത്ത് വെച്ചിങ്ങനെ കാണുമോ, ഞാനൊരു സുന്ദരിയാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നും അല്ല. എനിക്ക് ആക്ച്വലി അതിനോട് ഭയങ്കര മേ ബി ആ ഒരു റാമ്പ് വാക്ക് അല്ലേ, എനിക്ക് റാമ്പ് വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഫാഷൻ ഷോസിൽ ഞാൻ പോകുമ്പോഴും ഷോ സ്റ്റോപ്പേഴ്സ് ആയിട്ട് വിളിക്കുമ്പോഴും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എപ്പോഴും ക്യാറ്റ് വാക്ക് ആണ്. ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ക്യാറ്റ് വാക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഷോ ഉണ്ടായിരുന്നു വേണ്ട. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം. ബട്ട് സി എനിക്കതുകൊണ്ട് പാഷനായിരുന്നു. സിനിമ യാദൃശികമായിട്ട് വന്നു ചേർന്നൊരു കാര്യമായിരുന്നു. സോ ഫോർ മീ ഈ പറഞ്ഞിരിക്കുന്ന ബ്യൂട്ടി പേജൻസ് വാസ് എ വേ, ഈ സിനിമയിലേക്ക് വരാനുള്ള വഴിയായിരുന്നു. സിനിമ വന്നു ചേർന്നു, സിനിമ ചെയ്യാൻ തുടങ്ങി. ഇപ്പം എനിക്ക് സിനിമകളോടാണ് കൂടുതൽ ഇഷ്ടം, സിനിമകൾ കൂടുതൽ ചെയ്യണം. അപ്പം ഇടയ്ക്ക് ഞാൻ പണ്ടൊക്കെ മേ ബി രക്ഷാധികാരി, മെഴുതിരി അത്താഴം, ഡാർവിൻ്റെ പരിണാമം, തീർപ്പ്, ഈ സമയങ്ങളിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും ഞാൻ മിസ്സിൻ്റെ മത്സരത്തിന് പോകുമായിരുന്നു. ഓരോ മിസ് സൗത്ത് ഇന്ത്യ, മിസ് ഇന്ത്യ, അതായത് ഒരു സിനിമ ചെയ്തിട്ട് പോകും. സാധാരണ പാർട്ടിസിപ്പൻസ് മത്സരം കഴിഞ്ഞ് സിനിമയിൽ വന്നാൽ ഒരിക്കലും തിരിച്ചു പോകാറില്ല മത്സരത്തിലേക്ക്. ഞാൻ മിക്സ് ആൻഡ് മാച്ച് ആയിരുന്നു. വന്ന വഴി മറക്കരുത്. വന്ന വഴി എനിക്ക് വേണമല്ലോ, അല്ല എനിക്ക് അത് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പം ആസ് ഓഫ് നൗ ഐ എം ഫോക്കസിങ് ഓൺ സിനിമ. എനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്യണം. എനിക്ക് എന്നെ തന്നെ ചാലഞ്ച് ചെയ്യുന്നിരിക്കുന്ന റോൾസ് കിട്ടിയാൽ എനിക്കത് നന്നായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റണം. ഇതാണ് ഇപ്പം എൻ്റെ ആഗ്രഹം. ഈ സിനിമ ഇല്ലെങ്കിൽ അഷ്കർ എന്താകുമായിരുന്നു ആണ് എൻ്റെ ചോദ്യം. ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ കുറച്ചും കൂടെ നല്ല വേഷങ്ങളൊക്കെ കിട്ടുമായിരിക്കും. കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് പറഞ്ഞ പോലെ എൻ്റെ പൊന്നു മച്ചാനെ, ഞാൻ ഓപ്പണായിട്ട് പറയട്ടെ, ഒരു പരിപാടി അറിയത്തില്ല, പെട്ട് നിൽക്കുന്ന സീനല്ലേ സിനിമ. അല്ല, എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ ടൈം തൊട്ടുള്ള ആഗ്രഹമാണ് സിനിമ, വേറൊന്നും ഇട്ടിട്ടില്ല. മനസ്സിലായി. നമ്മൾ വേറെ പരിപാടി പോലീസ് ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ അങ്ങനെയൊന്നും ഒരു പിടുത്തമില്ല. ഫാദറൊക്കെ ബിസിനസ്സുകാരനാണ്. 10ാം ക്ലാസ് തോറ്റാൽ ബിസിനസ് പരിപാടിയാണ്. 10ാം ക്ലാസ് അതൊക്കെ കഥകളൊക്കെ പറയാം. അവിടെ നിന്ന് ജയിച്ച് അങ്ങനെയൊക്കെ എത്തി മഹാരാജ് സ്കൂളിൽ എത്തി നമുക്ക് സിനിമ, മഹാരാജ് സ്കൂളിൽ പഠിച്ചാൽ സിനിമയിൽ അഭിനയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മഹാരാജ് സ്കൂളിലെത്തി, എറണാകുളം മഹാരാജ് സ്കൂളിലെത്തി, ചാൻസ് ഒന്നുമില്ല. നമുക്ക് ആ സിനിമ മാത്രമേ അറിയുള്ളൂ. ഒരുപാട് പേര് തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ വഴക്ക് പറയുന്നത് സിനിമയിൽ വേറെ പരിപാടി അറിയത്തില്ല. ഇപ്പം നമ്മൾ എത്തോ ഇല്ലയെന്ന് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പം ഞാൻ കൊറോണ ടൈമിൽ ഞാൻ ചെന്നൈയിലായിരുന്നു. ആ സമയത്ത് ഞാൻ തരണം ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ഫാമിലി ഉണ്ടായിരുന്നു, വൈഫ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തരണം ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ഡബ്ബിങ് പരിപാടി എനിക്ക് കിട്ടി. സൗണ്ട് എന്തോ ഭയങ്കര സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡബ്ബിങ്ങിന് കിട്ടി. അത് വെച്ചിട്ടാണ് അത്യാവശ്യം ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. അത് എന്തായാലും സിനിമ നായകനെന്നോ വില്ലനെന്നോ ഒന്നുമില്ല, സിനിമയിൽ ഏതെങ്കിലും മേഖലയിൽ നിന്ന് പോകുക എന്നുള്ളത് വളരെ ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഡബ്ബിങ് ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ഞാൻ സ്റ്റാർ ആകാമോ അങ്ങനെയൊന്നുമല്ല.
സിനിമയിൽ നിൽക്കണം അത്രേ ഉള്ളൂ. ഇപ്പോൾ ഡബിങ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഏത് മേഖല നമ്മളിപ്പോൾ എന്ത് മേഖലയിൽ നിൽക്കുന്നാലും സിനിമയിലൊരു പേരെടുക്കണം എന്നുള്ള അത്ര ആഗ്രഹമുള്ളൂ. ഈ തുടക്കം തൊട്ടേ ഈ മമ്മൂട്ടിയോട് വളരെ അടുത്ത് നിന്ന് കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിന്നാണ് കാണുന്നത്, മുക്ക അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിന്ന് കാണുന്നത്. അതേസമയം അടുത്ത് നിന്ന് മാമനായിട്ട് അമ്മാവനായിട്ടൊക്കെ കാണുന്നതാണ്. അദ്ദേഹത്തിന് കരിയറിൽ ധാരാളം വിജയങ്ങളുണ്ട്, ധാരാളം പരാജയങ്ങളുണ്ട്. ഇത് രണ്ടും കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ അഷ്കറിന് ഇപ്പോൾ എന്ത് തോന്നുന്നു? ഒരു സിനിമ വിജയിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു അധ്വാനം ഒക്കെ എന്താണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പുറത്ത് നിന്ന് നോക്കുന്ന പരിപാടിയില്ല ഇത്. സിനിമ എന്നല്ല ഞാൻ പറയുക, സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടികളാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം, ഒരുപാട് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ ഫൈറ്റ് കാര്യങ്ങൾ, ഇതിൽ അഭിനയിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ആക്ഷൻ കട്ട് എന്ന് പറയുന്ന പരിപാടി എല്ലാവരും ഞാൻ പറയില്ല, അമ്മാവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പേര് ആൾക്കാർ പൃഥ്വിരാജിൻ്റെ രാജുവിൻ്റെ കഴിഞ്ഞ ഇൻ്റർവ്യൂ പറയുന്നത് എൻട്രി ഈസിയാണ്. ഇപ്പോൾ പൃഥ്വിരാജ് അദ്ദേഹം എന്തോരം കഷ്ടപ്പെടും. എല്ലാവരും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർ എന്തോരം കഷ്ടപ്പെട്ട പരിപാടിയാണിത്. നമ്മൾ എൻട്രി ഈസി ആയിരിക്കാം, ഒരു ചാൻസ് കിട്ടും. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട്. അതിൻ്റെ ഗുരുക്കന്മാർ നമ്മുടെ ഉണ്ട്, ലാലേട്ടനും മമ്മൂക്ക ഒരുപാട് പേരുണ്ടല്ലോ. അവരിപ്പോൾ അത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ എത്തണം എന്നുള്ളത് അതിനു വേണ്ടി കഷ്ടപ്പെടും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ പടത്തിൽ തന്നെ 6 ഫൈറ്റുണ്ട്. അതിൽ 4 മാസ്റ്റേഴ്സാണ്, വലിയ മാസ്റ്റേഴ്സാണ്. കനൽകണ്ഠൻ മാസ്റ്റർ, സ്റ്റണ്ട് സെൽവ, രൺരവി, പഴയരാജ് മാസ്റ്റർ. അപ്പോൾ വലിയ മാസ്റ്റേഴ്സിനും കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. വലിയൊരു പ്രോജക്റ്റാണ്. നമുക്കതൊക്കെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ വരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ അനുഭവം ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഇത് ഒരു കാര്യം കൂടി, അതായത് ഈ എന്ത് ചെയ്യുമാരും ചോദിച്ചപ്പോൾ നേരത്തെ പറഞ്ഞത് ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരുന്നു, എൻ്റെ ശബ്ദം വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് തോന്നരുത് എൻ്റെ ശബ്ദം വലുതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിനയം ഭാവിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഈ മമ്മൂട്ടിയുടെ ശബ്ദത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശബ്ദത്തിൻ്റെ ഒരു സാമ്യമുണ്ട്. രൂപത്തിലും പലയിടത്തും നോക്കുമ്പോൾ പഴയ ഒരു അല്ല, ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ പറയുമ്പോൾ അത് ഗുണമാണോ ദോഷമാണോ? അതാണ് എൻ്റെ ചോദ്യം. രണ്ടും ഉണ്ട്. കാരണം എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠനാണ് അദ്ദേഹം, മമ്മൂട്ടിയുടെ. ചുമ്മാ പറയുന്നല്ല കേട്ടോ, ഇനി പറഞ്ഞു. ഇനി സത്യമാണല്ലോ, മമ്മൂട്ടിയുടെ സിസ്റ്ററിന്റെ മോനാണ്. സ്വാഭാവികമായിട്ട് ഈ പടത്തിന്റെ പേര് പോലെ ഒരു DNA ടച്ച് അത് വരുമല്ലോ, സ്വഭാവം അതാണല്ലോ. ബ്ലഡ് റിലേഷൻ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എൻ്റെ സിസ്റ്ററിന്റെ മോൻ, നിങ്ങളുടെ സിസ്റ്ററിന്റെ മോനും ഒക്കെ ഉണ്ടാവും സ്വഭാവം. നമ്മുടെ അമ്മമാരുടെ ചായ മമ്മൂട്ടിക്കും അദ്ദേഹത്തിന്റെ അമ്മാവന്റെ ചായ ഉണ്ടായിരിക്കും. അതൊക്കെ ജനറലി ദൈവത്തിന്റെ കടാക്ഷങ്ങളാണ്. അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മളത് അന്വേഷിച്ച് പോയില്ല. അത് പോയില്ലായിരിക്കും. അതായിരിക്കും ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു. ബ്ലഡ് റിലേഷൻ നമ്മുടെ ജനറ്റിക്കലി ഒക്കെ ഉണ്ടാവും. എൻ്റെ ഫാദറിൻ്റെ സൗണ്ട് നല്ല ബാസുള്ള സൗണ്ടാണ്, എന്നെക്കാളും നല്ല ബാസുള്ള സൗണ്ടാണ്. ഇപ്പം എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് നമുക്ക് വന്ന ഈ ചോദ്യം ഇത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതാണ്. ഗുണവും ദോഷവും ഉണ്ട്. ഗുണവും ദോഷം എന്ന് പറയാൻ എന്ത് ദോഷമാണ് നമുക്ക്? എൻ്റെ അമ്മാവനെ പോലെ സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അതൊരു ഉത്തരവാദിത്വം കൂടെ അല്ലേ ഈ പറഞ്ഞ രൂപസാമ്യമൊക്കെ? ഇപ്പം ആൾക്കാർ വിലയിരുത്താൻ പോകുന്നത് മമ്മൂട്ടിയുടെ അനന്തരവൻ ഏകദേശം രൂപത്തിലും ശബ്ദത്തിലും ഒക്കെ സാമ്യമുണ്ട്. ഇയാൾ നമ്മളെ പോലെ അഭിനയിക്കുമോ? അത് നിങ്ങൾക്കൊന്ന് കാണണം. മമ്മൂട്ടിനെ പോലെ അഭിനയിക്കാൻ ആരെങ്കിലും പറ്റും? ആവണ്ടേ? കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന് അഷ്കർ പറഞ്ഞു. കഷ്ടപ്പെടാൻ തയ്യാറാണ്. അദ്ദേഹത്തെ പോലെ എത്താനല്ല, നമ്മൾ വേറെ ലെവൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക. അദ്ദേഹത്തെ പോലെ എത്താനല്ല, അദ്ദേഹത്തെ പോലെ മാത്രം ചെയ്യാൻ പറ്റും. അല്ല അദ്ദേഹം ചെയ്ത പോലെ നമ്മൾ ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അല്ലേ, എനിക്കെന്ത് കഴിവ് തെളിയിക്കാൻ പറ്റും, ഞാൻ എന്താണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, എനിക്കൊരു അവസരങ്ങൾ കിട്ടിയാലല്ലേ അത്. തീർച്ചയായിട്ടും അവസരങ്ങൾ തേടി വരുന്നുണ്ടോ ഇപ്പോൾ? വരുന്നുണ്ട് ഇപ്പം. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ചിലപ്പം എന്ന് കരുതി കുറേ അവസരങ്ങൾ വരുന്നുമില്ല. ഒരു വർഷം മേ ബി ഒരു 10 സിനിമ അല്ലെങ്കിൽ 6-7 സിനിമകൾ ചിലപ്പോൾ ഓഫേഴ്സ് വരുന്നുണ്ടായിരിക്കും. പക്ഷെ അതിൽ ഞാൻ ചിലപ്പോൾ 3-4 ചിലപ്പോൾ എടുക്കുകയുള്ളായിരിക്കും. ദാറ്റ് ഈസ് ബിക്കോസ് പലപ്പോഴും പല സിനിമകളിലും ഇപ്പോൾ ഒരു നായകന് കൂടെ ഒരു ഫീമെയിൽ കൗണ്ടർ പാർട്ട് വേണം. മേ ബി ഒരു പാട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പം അങ്ങനെ ചില ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് വേറെ മൂവീസ് ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനത്തെ കഥാപാത്രങ്ങൾ എടുത്തേക്കാം. ബട്ട് ആസ് ഓഫ് നൗ എനിക്കിപ്പോൾ ചൂസ് ചെയ്യാൻ ഓപ്ഷൻസ് വരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ചൂസ് ചെയ്യാണ്. അത് അഹങ്കാരം കൊണ്ടല്ല, ഡോക്ടർ കൂടെയാണ്, ഡെന്റിസ്റ്റാണ്. ഞാൻ ചൂസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ വേണം. അപ്പം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റി, അല്ലെങ്കിൽ കഴിഞ്ഞ അഭിനയത്തെ കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആക്കി, കുറച്ചും കൂടെ ബോർ അല്ല കുറച്ച് നന്നാക്കി എനിക്ക് എന്നെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അപ്പം ചൂസ് ചെയ്യാറുണ്ട്. അല്ല, ഈ ഒരു മെയിൽ സെൻട്രിക് ആയിട്ട് കഥകൾ ഉണ്ടാകുന്നതുകൊണ്ട് പലപ്പോഴും ഈ പറഞ്ഞ ഒരു പാട്ട് സീനിൽ മാത്രമൊക്കെ ഒതുങ്ങി പോകുന്ന തരത്തിലാണ് ഈ ലീഡ് റോൾ ആണെങ്കിൽ പോലും ചിലപ്പം പെൺ കഥാപാത്രങ്ങൾ മിക്കപ്പോഴും. പക്ഷേ ഇപ്പം മാറുന്നുണ്ട്. മലയാളം ഇൻഡസ്ട്രി അങ്ങനെ പറയുന്നില്ല, ഇപ്പം ഒത്തിരി മാറി. ഇപ്പം തന്നെ ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് സിനിമകൾ ഇറങ്ങിയിരിക്കുന്ന കുറേ എണ്ണോ അല്ലാണ്ടുമൊക്കെ ഉള്ളൊഴുക്കും അല്ലാണ്ട് ഒത്തിരി സിനിമകളുണ്ട്. ദ കൈൻഡ് ഓഫ് ചെറിയൊരു ഭാഗമാണെങ്കിലും അത് പവർഫുൾ കഥാപാത്രമായിട്ടാണ് കൊടുക്കുന്നത്. ചെറിയൊരു ഭാഗമാണെങ്കിൽ പോലും അത് എനിക്ക് തോന്നുന്നു റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ആർ തിങ്കിങ് നൗ. കാര്യം ഒരു കാമുകി ഭാര്യ എന്നുള്ള തലത്തിൽ നിന്ന് മാറ്റി
ഒരു സ്ത്രീക്ക് എന്തോരം കഥാപാത്രങ്ങൾ ചെയ്യാം, വേറിട്ട രീതിയിൽ പല ആംഗിൾ അത് കൊണ്ടുവരുന്നില്ല, അത് കൊണ്ടുവരാൻ ധൈര്യം കാണിക്കുന്നുണ്ട്, അത് ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നാൽ എനിക്കത് ചെയ്യണം എന്നാണ് ആഗ്രഹം. അഷ്കർ ചാൻസ് ചോദിക്കാൻ ഓക്കെയാണ്. ഈ പറഞ്ഞ പോലെ സുരേഷ് ബാബു സാറിൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് ചിന്തിച്ചത് അവസാനമാണ്, മറ്റു പലരോടും ചോദിച്ചു. ചാൻസ് ചോദിക്കുമോ? കാസ്റ്റിംഗ് കോൾസ് നമുക്ക് വരാറുണ്ട്. ഇങ്ങനെ മുകേഷ് ചാബ്ര ടീം, അങ്ങനെ ഒത്തിരി ടീംസുമായിട്ട് വി ഹാവ് കോൺടാക്ട്സ്. അപ്പം അവരുടെയൊക്കെ കോൺടാക്റ്റിൽ കാസ്റ്റിംഗ് കോൾ വരുമ്പം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഓൾറെഡി കുമൻ എന്ന് പറഞ്ഞ പടത്തിൽ നല്ലൊരു തെളിയിച്ചാണ്. പക്ഷേ അതൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇദ്ദേഹത്തെ ഞാൻ ഡയറക്ടറോട് പറയുമ്പോൾ, നമ്മുടെ കൺട്രോളോട് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു, നമുക്ക് ഇന്നപോലെ ഇവരെ നോക്കിയാലോ, ആർട്ടിസ്റ്റ് നോക്കിയാലോ, നമ്മൾ ഇതിൽ നടക്കുമല്ലോ, സംസാരിക്കുന്നുണ്ട്, ആര് ഈ കഥാപാത്രം കൊടുക്കും, അല്ല ആര്. അപ്പം ഞാൻ സെർച്ച് ചെയ്തിരുന്നു, ഞങ്ങൾ സെർച്ച് ചെയ്തു, ഞങ്ങൾ സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അപ്രോച്ച് ചെയ്തിരുന്നു ഞാൻ. അപ്പോൾ ഞങ്ങളുടെ കൺട്രോൾ അനീഷ് പരിമ്പില, ഇവർ ഫസ്റ്റ് മൂവി ചെയ്ത രക്ഷാധിപ പ്രൊഡക്ഷൻ കൺട്രോളാണ്. പിന്നെ അദ്ദേഹത്തോട് നമുക്ക് ഇദ്ദേഹത്തെ നമുക്ക് ഈ ക്യാരക്ടറിന് സംസാരിക്കാൻ പറ്റും. ഡയറക്ടറോട് പറഞ്ഞു, ഡയറക്ടർ ഓക്കെയാണ്. അപ്പോൾ അവർ അപ്രോച്ച് ചെയ്തിരുന്നു. എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഒരു വലിയ ഫിലിം ചെയ്യുന്നു, നമ്മുടെ കൂടെയൊക്കെ ഇവരൊക്കെ അഭിനയിക്കുമോ, എൻ്റെ ടെൻഷനാണ്. അല്ല ട്രോളും അല്ല, ഇത്ര വലിയൊരു നായിക അല്ലെ ഇത്ര വലിയ ആർട്ടിസ്റ്റുകളോട് അഭിനയിച്ചാൽ, വലിയ ആർട്ടിസ്റ്റുകളോട് അഭിനയിച്ച നായികയാണ് ഇവർ, നമ്മളോട് എത്തുമോ, നമ്മൾ സമ്മതിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ സംസാരിച്ചു, ഹന്ന ചോദിച്ചു നായകൻ ആരാണ്, അദ്ദേഹത്തിന് ഫോട്ടോ അയക്കൂ നോക്കട്ടെ. അഷ്കറിന്റെ അടുത്ത് അത് പറഞ്ഞ ആള് പറഞ്ഞത് എങ്ങനെ അഷ്കർ എന്നാണ് പറഞ്ഞത്, പേര് വേറെ പേരാ കിട്ടി, ഞാൻ പേര് പറയുന്നില്ല, വേറെ പേരാണ്. അപ്പൊ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു അയച്ചു, ഫോട്ടോ അയച്ചു തന്നു. അപ്പം ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് കുറച്ച് ഇനി ഫോട്ടോസൊക്കെ അയച്ചു തന്നു. ഞാൻ ലാസ്റ്റ് നമ്മുടെ ഫോട്ടോ ഒക്കെ അയച്ച നായിക വരുമോ. പിന്നെ കഥയും കൂടെ ഇഷ്ടപ്പെടണം, ടീം എല്ലാം കൂടെ നോക്കി. ഡയറക്ടർ വലിയ ഡയറക്ടറാണ്, നായകന്റെ ഇത് നോക്കിയിട്ടല്ലേ ഡയറക്ടർ പേര്, കമ്പനി കാര്യങ്ങൾ. ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിനാണെങ്കിലും ഞാൻ കാസ്റ്റിംഗ് കോൾസ് കാണുമ്പോൾ ഇപ്പോഴും കാണണ്ടേ, ഇപ്പം എനിക്ക് കാസ്റ്റിംഗ് കോൾ ഉണ്ട്, എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫൈൽ അയക്കും. എനിക്കൊരു ഏജൻസി ടീമുണ്ട്, അവരും പിച്ച് ചെയ്യാറുണ്ട്. ഇനി അഥവാ ഈ പറഞ്ഞിരിക്കുന്ന പല സിനിമകളിലും ഓഡീഷൻ ആവശ്യമുണ്ട്. കാര്യം വാട്ട് ഈസ് ഓഡീഷൻ, ആ സ്ക്രീനിൽ നമ്മൾ ആപ്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി. കൂമനിൽ എനിക്ക് തന്നെ ഉറപ്പില്ല എനിക്ക് ആ ഒരു കഥാപാത്രം, ബിക്കോസ് ഇറ്റ്സ് എ വെരി വെർസറ്റൈൽ റോൾ, അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ല. അപ്പം ജിത്തു സാർ അവിടെ എന്ന് വെച്ചിട്ടും വി ഹാഡ് എ സ്ക്രീൻ ടെസ്റ്റ്, എൻ്റെ സൈഡ് പ്രൊഫൈൽ, സ്ട്രേറ്റ് പ്രൊഫൈൽ ആൻഡ് ദെൻ കുറച്ച് സീക്വൻസ് ചെയ്യിപ്പിച്ചു. സോ ദേ ഓൾസോ ഷുഡ് ബി കോൺഫിഡൻറ്റ്, എനിക്കും കോൺഫിഡൻസ് വേണം. സോ ഞാൻ ഓഡീഷൻസോ കാസ്റ്റ് അല്ലാണ്ട് ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ട് ഞാൻ ഓഡീഷൻ ചെയ്യില്ല എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തമിഴിലാണേലും ഹിന്ദിയിലാണെങ്കിലും എല്ലാവരും ഓഡിഷൻ ചെയ്തിട്ടുണ്ട്, വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഓഡിഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ഞാൻ അറിഞ്ഞു. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്, നിങ്ങൾക്കും അറിയാമെന്ന് തോന്നുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളും ക്യാരക്ടർ ആപ്റ്റ് ആണോ എല്ലാവരും ചെയ്യണം. ശങ്കർ സാറാണ് ക്യാരക്ടർ അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് നോക്കുന്നത്, ഈ കഥാപാത്രം ഇങ്ങനെ കറക്റ്റ് ആവും. വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴും നല്ല ടീം കാണുമ്പോൾ ചാൻസിന്റെ കാര്യം അതേ അത്രയും വലിയ ലെജൻഡ് ആക്ടർ പറയുന്നു. സി ആസ് ആൻ ആക്ടർ വി ഓൾവേസ് ടെൻഡ് ടു ഗ്രോ, വി വോണ്ട് ടു ഗ്രോ. സോ ടെൻഡ് ടു ഗ്രോ എന്നല്ല, വി വോണ്ട് ടു ഗ്രോ. സോ നമുക്ക് ഓഫേഴ്സ് കാണുമ്പം വൈ നോട്ട് ആസ്ക് ദം, പോയാലൊരു വാക്ക്. സോ ഐ ആസ്ക് ദം, ഇഫ് യു ഫീൽ ആപ്റ്റ്, ഇഫ് ഐ എം ആപ്റ്റ്, ഡു കാസ്റ്റ് മീ. ജോലി നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ലേ നമുക്ക് കിട്ടിയാൽ. അത് ഈ പറഞ്ഞ പോലെ ഈ മമ്മൂട്ടി പലപ്പോഴും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ട് എന്താണ് എനിക്കവിടെ അതിൽ സാധ്യതയുണ്ടോ എന്ന്. അദ്ദേഹം അത് പറയുമ്പോൾ പിന്നൊരാൾക്കും അതിൽ മനസ്താപം തോന്നേണ്ട കാര്യമില്ല. അതിൽ താഴെ നിൽക്കുകയാണല്ലോ ബാക്കിയുള്ളത് എല്ലാവരും. അപ്പോൾ അവർക്ക് ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ലെന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് പ്ലാൻ, പുതിയ സിനിമകൾ വല്ലതും വന്നോ, അതാണ് ഇതിലേക്കാണ് ഞാൻ ചോദിക്കുന്നത്. പുതിയ സിനിമ ഞാനിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു പടത്തിൻ്റെ DNA തന്നെ പുറകെയാണ് ഞങ്ങൾ. ഇപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ അടുത്ത് ഞങ്ങൾ IPS എന്ന് പറഞ്ഞ പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും ഡയറക്ടർ T. സുരേഷ് ബാബു സാർ തന്നെയാണ്. ഈ ലുക്കൊക്കെ മാറ്റണം, വേറെ കോലത്തിലാണ് വരുന്നത്. DNA എന്താണ് ശരിക്കും? DNA രണ്ട് DNA ആണ് നമുക്കറിയാവുന്നത്. ഒന്ന് മറ്റേ സയൻസിൽ നമ്മൾ പഠിച്ച ഡിയോക്സിറൈബോ പോട്ടെ, പിന്നെ ന്യൂക്ലിക് ആസിഡ്. അല്ല മൊത്തം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചാണ്. ഇനിയുണ്ട് ഡെയിലി ന്യൂസ് അനാലിസിസ് പത്രമുണ്ട്, മീഡിയ സ്ഥാപനമുണ്ട്. ഈ രണ്ട് DNA ആണ് എനിക്കറിയാം. ഇത് എന്ത് DNA ആണെന്നാണ് ഈ ചിലർ പറയുന്നത് കേട്ടത്. എന്താണ് മമ്മൂട്ടിയുടെ അനന്തരവൻ അഭിനയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ DNA ഉഗ്രൻ ആക്ടർ ആയിരിക്കുമെന്ന് മറ്റും ഒരിക്കലല്ലേ അദ്ദേഹത്തിന്റെ മാറ്റർ ആയിട്ടില്ല. അതായത് കഥ സ്ക്രിപ്റ്റിൻ്റെ അല്ലെ സ്റ്റോറിയുടെ ബേസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ഇട്ട നെയിമാണ് DNA. AK സന്തോഷ് സാർ ഇട്ടാണ് DNA. DNA എന്നുള്ള സംഭവം ഈ പടത്തിൽ അങ്ങനെ ഉണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു ചോദിച്ചു വന്ന സംഭവം പറയണോ? അല്ല, ഇത്രേ ഉള്ളൂ. എല്ലാ ക്രൈം സിനാരിയോയിലും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് DNA ഫിംഗർ പ്രിന്റിങ്ങും അതിന്റെ പ്രോസസ്സും കണ്ടുപിടിക്കാൻ, ബ്ലഡും കാര്യങ്ങളും എല്ലാം. സോ ഐ തിങ്ക് എവറി ക്രൈം സീൻ വിൽ ഹാവ് എ DNA തിങ് അറ്റാച്ച്ഡ് ടു ഇറ്റ്, നോ മാറ്റർ വാട്ട്. നേരത്തെ പറഞ്ഞത് ബ്ലണ്ടറാന്ന് എനിക്കറിയാം. ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ കാലത്തെ ഞാൻ DNA-യുടെ പടം സുരേഷ് സാർ എന്നെ തഗ് പറഞ്ഞതാ. ഞാൻ DNA ഇതിന്റെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അദ്ദേഹമായിരുന്നു മാമിച്ചായിരുന്നു എൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചെയ്ത്. ഞാൻ അദ്ദേഹത്തിന് കണ്ട അനുഗ്രഹം മേടിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, DNA പടം അഭിനയിക്കാൻ പോകുന്നു, നായകനാണെന്ന് അറിഞ്ഞു, ടി സുരേഷ് ബാബു. എന്താ മോനെ, എന്താടാ DNA, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചു. പകച്ചു പോയില്ലേ എൻ്റെ പാല്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ പുള്ളി അദ്ദേഹം പറഞ്ഞു ഡിയോക്സിക് റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിയിട്ടില്ലേ, കാരണം നമ്മൾ ചില എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിരിക്കേണ്ട കാലമാണ് ഇപ്പോഴും. പക്ഷെ അദ്ദേഹം നമ്മളെക്കാൾ ഏത് ലെവലിലാണ്, എപ്പോഴും അപ്ഡേറ്റഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നാൽ അപ്പോൾ അതുപോലെയാണ് നമ്മൾ. അതിൽ വേറെ ഒന്നുമില്ല. അതിൽ അതിശയകരമായിട്ട് കാണേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഈ ഏജിലും അദ്ദേഹം എന്താണ് ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നുള്ളതാണ്. പടം കണ്ടോ? ശ്രമം നടത്തുന്നില്ല, വിജയമല്ലേ. നമ്മളതിനെപ്പറ്റി അദ്ദേഹത്തെ ഇനി എന്ത് ചെയ്താലും വിജയമാണ്. അത് നമ്മുടെ ചർച്ചയ്ക്ക് നമ്മൾ പറയാൻ ആൾക്കാരല്ലേ, ചർച്ചയ്ക്ക് പോലും വെക്കേണ്ട കാര്യങ്ങളല്ല. ഇപ്പൊ അദ്ദേഹത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പടം കണ്ടോ? പടം കണ്ടോ? അഭിനയത്തെ പറ്റി എന്ത് പറഞ്ഞു? സിനിമയെ പറ്റി എന്ത് പറഞ്ഞു? സിനിമ അദ്ദേഹം ട്രെയിലർ കണ്ടു, ഹാപ്പിയാണ്. ഞാൻ ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല. എൻ്റെ ഡയറക്ടർ ടി എസ് സുരേഷ് ബാബു സാറും മമ്മൂക്കയും തമ്മിലുള്ള ബന്ധം അറിയാലോ. ഇതിനിടയിൽ കയറി നമ്മൾ എന്തിനാണ് കട്ടുറുമ്പാണ്, അവർ തമ്മിൽ തീരുമാനിച്ചോളൂ, അവർക്കറിയാം അവർ കാണുമോ ഇല്ലയെന്ന്. അവർ കണ്ടോളും, അദ്ദേഹം കണ്ടോളും. അത് അവർ തമ്മിലല്ലേ പറയുള്ളൂ. നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു, ഹാപ്പിയാണ്. എന്നാലും നൈസായിട്ട് പോയി ചോദിക്കാറുണ്ട്, നോക്കട്ടെ രഹസ്യമായിട്ട് ചോദിച്ചാൽ മതി. അത് ചോദിക്കാം, അത് കണ്ടിട്ട് ചോദിക്കാം. അദ്ദേഹം കാണാനുള്ള രീതി ഡയറക്ടർ സെറ്റ് ചെയ്യാനുണ്ട്. ഈ ബാബു ആന്റണിയെ പോലുള്ള ആക്ടേഴ്സ് പറഞ്ഞേ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു? ഞാൻ ബാബുവിൻ സാറിനെ കണ്ടത് സത്യത്തിൽ ഉപ്പുകണ്ട പ്രദേശത്ത്, കൂടിക്കാഴ്ച എന്ന കുറേ പടത്തിൽ കണ്ടിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ കന്യാകുമാരി എക്സ്പ്രസ് പടത്തിൽ അഭിനയിച്ചതിൽ ഫസ്റ്റ് ടൈമാണ് അദ്ദേഹത്തെ ഈ പടത്തിൽ കാണുന്നത്. ഫസ്റ്റ് ടൈം കാണുന്ന പറഞ്ഞാൽ എൻ്റെ ഫൈറ്റ് സീൻ എടുക്കുമ്പോൾ ഗോഡൻ സൈഡിൽ അദ്ദേഹം ഫാമിലി വരുന്നത് അങ്ങനെ കാണുന്നത് എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം അത്രയും ആരാധിച്ചിരുന്ന ഒരാൾ നമ്മുടെ പടത്തിൽ അഭിനയിക്കുക, അതൊക്കെ അതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ നിമിത്തങ്ങളല്ല. അദ്ദേഹം ഒരുപാട് എന്നോട് സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴും നമ്മുടെ സപ്പോർട്ട്, നമ്മുടെ അവിടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. എന്നെപ്പോലെ ഒരു വലിയ ആർട്ടിസ്റ്റുണ്ട്, എൻ്റെ പോലെ ഒരു പടത്തിൽ അഭിനയിച്ച ഒരാൾ എന്നെ എന്തോരം സപ്പോർട്ട് ചെയ്യും. മോനെ എങ്ങനെ ചെയ്യണടാ, ഇങ്ങനെ ഫൈറ്റിൻ്റെ ഉപ്പൂപ്പയാണ് അദ്ദേഹം. ഉപ്പൂപ്പ എന്ന് പറയുന്നത് ഉസ്താദാണ് അദ്ദേഹം. അദ്ദേഹം നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം അത്രത്തോളം ഹീറോ ആയിട്ട് കാണാൻ കുറേ പടങ്ങളുണ്ടല്ലോ, അത് ചന്ത അത് ഇത് എന്നൊക്കെ കുറേ ആ മുടി കുളത്തിലുള്ള പരിപാടികളുണ്ടല്ലോ, പുള്ളിയുടെ ഫൈറ്റ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അദ്ദേഹത്തെ കാണുമ്പോൾ. അദ്ദേഹം നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. നല്ലൊരു മനുഷ്യനാണ്. ഭയങ്കര ഇതിൽ കൂടുതൽ എന്താ പറയുന്നത്, നല്ലൊരു മനുഷ്യനാണ്. അതുപോലെ റായ് ലക്ഷ്മി പേരൊക്കെ മാറ്റി, ലക്ഷ്മി റായ് പേരൊക്കെ മാറ്റി വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ടുള്ള? എനിക്ക് കോമ്പറ്റീഷൻസ് ലൈക്ക് രാജ്യക്ക് ഒത്തിരി തിരക്കുകളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ പ്രൊമോഷൻ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദാറ്റ് ഇസ് എ ബിഗ് തിങ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, സെറ്റിലാണെങ്കിലും ഷീ ഈസ് വെരി എന്താ പറയുക, ഒരു ജെന്യുവിൻ ആണ്. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറയുമല്ലോ എല്ലാവരും കുറച്ച് ജാട കാണിക്കാം, അഹങ്കാരം കാണിക്കും എന്നൊക്കെ പലരെയും പറ്റി പലരും പറയാറുണ്ട്. ഷീ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. വെരി ഹംബിൾ, നമ്മളെല്ലാവരോടും ഒരുപോലെ പെരുമാറും. നല്ല എന്താ പറയുക, ജെന്യുവിൻ അല്ലേ, ഐ വുഡ് സേ വെരി ജെന്യുവിൻ പേഴ്സൺ. നല്ല ചിരി എല്ലാവരെയും കാണുമ്പോൾ, ഒരാൾ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ചിരി വന്നാൽ തന്നെ വി ഫീൽ വെരി ഹാപ്പി അല്ലേ. സ്മൈൽ ഇസ് ദി ബെസ്റ്റ് തിങ്. സോ ഐ തിങ്ക് ദാറ്റ് ഗിഫ്റ്റ് ഷീ ഹാസ്. നല്ലൊരു സ്മൈൽ എല്ലാവർക്കും കൊടുക്കുന്നു. ആൻഡ് എന്താ പറയുക, എല്ലാവരും സപ്പോർട്ടീവാണ് പരസ്പരം. ഇപ്പം പ്രൊമോഷൻ ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഒരു ക്രൂ ഒരുമിച്ച് നിൽക്കും. ഇപ്പം ബാബു സാറാണെങ്കിലും ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും ഓൾ ആർ വിത്ത് അസ്. പത്മരാജ്, രതീസാറിൻ്റെ മോൻ, പിന്നെ ഗൗരി, എല്ലാവരും ഹോൾ ടീമായിട്ട് നമ്മുടെ ഒപ്പം ഒരു യൂണിറ്റി. ഈ ക്രൂവിൽ ഞാൻ കണ്ടിരിക്കുന്ന യൂണിറ്റിയാണ്. എല്ലാവരും ഒരുപോലെ സിനിമ റിലീസ്, ഓക്കെ ഈ സിനിമയെ നമ്മൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, നമ്മൾ എങ്ങനെ ഇതിനെ വിജയിപ്പിക്കണം, നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യണം. അഭിനയിച്ചു, ഫണ്ട് കിട്ടി, പോയി, അങ്ങനെയല്ല. അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനുവേണ്ടി കട്ടയ്ക്ക് ഫുൾ ടീം എല്ലായിടത്തും കൂടെയുണ്ട്. സോ അതിന് എല്ലാവരും ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട്, അത് ചെറിയ ആക്ടറാണോ, ഞങ്ങൾ ഇത്ര സിനിമ സൂപ്പർ സ്റ്റാർ ആണോ, അങ്ങനെ ഒന്നും ചിന്തിക്കാതെ എല്ലാവരും ഒരുമിച്ച് റിയാസ് ഖാൻ ചെയ്യും, ഈ പേര് മറന്നു, അടിച്ച് കയറി വാ ഹെച്ചി, ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ്. അപ്പോൾ ഓരോ ആക്ടേഴ്സും ഐ വുഡ് സേ, ഇപ്പോൾ റൈജി മാത്രമല്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ആൻഡ് ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഫോർ DNA.
രണ്ടുപേർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും ഈ പറഞ്ഞ പോലെ ഇനി സിനിമയിൽ കിട്ടേണ്ടുന്ന കാര്യങ്ങൾ. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സിനിമാ സംഘങ്ങളുണ്ടായി വരികയാണ് പലയിടത്തായിട്ടും. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരൊരു കൂട്ടമായിട്ട് ടീമായി നിന്നിട്ട് അവരുടേതായിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കും. അതിലേക്ക് മറ്റൊരാൾക്ക് പ്രവേശനമില്ല, അവർ കംഫർട്ടബിളാണ് അവിടെ. അങ്ങനെ ഒരു സംഘം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അഷ്കറിന് കംഫർട്ടബിളായിട്ടുള്ള ഒരു സംഘമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം, വിനീത് ശ്രീനിവാസൻ ആൻഡ് ടീം. അതുപോലെ ഓരോരുത്തർക്കും സ്വന്തം ഒരു ടീം. അങ്ങനെ അഷ്കറിന് സ്വന്തമായിട്ടൊരു ടീം, തിരക്കഥകൾ അന്വേഷിക്കുക, പ്രൊഡ്യൂസ് ചെയ്യാൻ ആളുണ്ട്. അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിക്കുന്നത് ചിരി, കാരണം ഞാനിപ്പോഴും ചാൻസ് ചോദിക്കുന്ന ഒരാളാണ്. അതാണ് സംഘങ്ങൾ ഉണ്ടാക്കാനും ഗ്രൂപ്പുകൾ അല്ല, ഉണ്ടാക്കാനും. അങ്ങനെ ഉണ്ടാക്കുന്നതല്ല, അതൊരു മാഫിയ പോലെ പറഞ്ഞതല്ല. അങ്ങനെയല്ല, ക്രിയേറ്റീവ് ഗ്രൂപ്പാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് വളയം, ഒരു ക്രിയേറ്റീവ് ഗ്രൂപ്പ്. അത് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വളയങ്ങളില്ല. എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇപ്പോഴും എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ കുട്ടിക്കാലം തൊട്ട് എന്നെക്കാളും പ്രായ ആൾക്കാരായിട്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ല. ടി.എസ്. സുരേഷ് ബാബു സാറ്, എ.കെ. സന്തോഷ് സാറ്, കെ. ഉദ്ദിനാഥ് സാറ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അല്ല, കാരണം അവരുടെ ലെവൽ അവർ നിൽക്കുന്ന, അപ്പോൾ അവർ എന്നെ സപ്പോർട്ട് ചെയ്യാണ്. ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇപ്പോൾ ആൾക്കാർ ആക്ടേഴ്സ് സ്ക്രിപ്റ്റ് അന്വേഷിച്ച് പോകാറുണ്ട്. ഇപ്പോൾ പലരും അപ്രോച്ച് ചെയ്യാറുണ്ട് ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ റൈറ്റേഴ്സിനെ. എനിക്ക് പറ്റിയതുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ കഥ എന്താണ്, അതിനകത്ത് എൻ്റെ സാധ്യത എന്താണ് എന്നന്വേഷിച്ച് പോകാറുണ്ട്. ഞാൻ ചോദിച്ചത് കാരണം അത് എന്താ പറയുക, അതിനെപ്പറ്റി എനിക്കറിയത്തില്ല ഇപ്പോഴും. എനിക്കറിയത്തില്ലെന്ന് പറയുന്നത്. എനിക്ക് ഗ്രൂപ്പ് ഓഫ് ഉണ്ടാക്കി, എനിക്കൊരു സിനിമ ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. എനിക്ക് എല്ലാ ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വിനീത് ശ്രീനിവാസൊക്കെ ഞാൻ വർഷമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്, പലരും എനിക്കറിയാം. പക്ഷെ എനിക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാനോ എനിക്കിങ്ങനെ അറിയത്തില്ല. ഞാൻ പറഞ്ഞു അത് നെഗറ്റീവ് സെൻസ്. ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഗ്രൂപ്പിസല്ല, ഫ്രണ്ട്ഷിപ്പിൽ നമുക്കൊരു ഗ്രൂപ്പാണ്. നീ ഫ്രണ്ട്ഷിപ്പ് എൻ്റെ കുറച്ച് കൂട്ടുകാരുള്ളതല്ല, സിനിമാക്കാരല്ലേ അവരല്ല, ഇവര് ബിസിനസ്സുകാരും അവരൊക്കെയാണ്. പക്ഷെ ഞാനാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഞാൻ ചെല്ലുന്നതെല്ലാം നമ്മുടെ സീനിയേഴ്സിൻ്റെ അടുത്ത്. ഇപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയും നമുക്ക് ഇത് ചെയ്യാം, നമുക്കൊരു പടം ചെയ്യാം. ഓക്കെ സാർ. അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ ഇരുന്ന് ചർച്ച ചെയ്യുക, ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുക. എനിക്കങ്ങനെ സാഹചര്യം കിട്ടാത്തത് കൊണ്ടായിരിക്കാം, എനിക്ക് അങ്ങനെ സാഹചര്യം ഉണ്ടാക്കിയെടുത്തതുകൊണ്ട്. ചിലപ്പോൾ കുറച്ചും കൂടെ സീരിയസ് ആകുമ്പോൾ സിനിമ ഇനി അങ്ങോട്ടും ഇല്ല. അതിന് സീരിയസ് ആയിട്ടല്ല, സീരിയസ് ആകാത്തത് കൊണ്ടല്ല. നമ്മളിപ്പോൾ എല്ലാവരും ഗ്രൂപ്പിസമായിട്ടിരുന്നു കൊണ്ട് എത്ര വർഷം നമുക്ക് പോകും? ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കി നമുക്ക് ഇത്ര വർഷം ഇത് ചെയ്യാം. എനിക്കറിയത്തില്ല ഞാൻ ഗ്രൂപ്പിസം കിട്ടും. ഞാനിപ്പോഴും ചാൻസ് തേടി അലയുന്ന ഒരാളാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് അതിനിടെ ഗ്രൂപ്പിസം ഉണ്ടാക്കാനുള്ള ആളല്ലേ. എനിക്കിപ്പോൾ ഈ ഒരു ചാൻസ് കിട്ടിയതിന് അത്ഭുതത്തിരിക്കുക. ഇത്രയും വലിയൊരു പടത്തിൽ ഏതായാലും രണ്ടുപേരും ചാൻസ് ചോദിക്കുക, ഇഷ്ടംപോലെ ചാൻസുകൾ കിട്ടട്ടെ, പിന്നെയും ചോദിക്കുക. അതാണ് എനിക്ക് വിഷയമാണുള്ളത്. എനിക്ക് ഡയറക്ടറും കൂടി ആവാൻ ആഗ്രഹമുണ്ട്. അതും നടക്കട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. അതേപോലെ എല്ലാ ഗ്രൂപ്പ് ഉണ്ടാകുന്ന നമ്മളൊരു പടം വിജയിച്ചു. അത് എല്ലാവരും അങ്ങനെ ഒരു പ്രായത്തിൽ ആൾക്കാരെ കിട്ടി. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്നല്ല, സിനിമാ കമ്പനി ഇല്ലെന്നല്ല പറയണത്. എനിക്കുള്ളത് ഇവരൊക്കെയാണ്. ഗുരുക്കന്മാരെ കിട്ടി. നമ്മളെ ഇതാണ് അങ്ങനത്തെ ഒരു ലെവലിൽ ഞാൻ വന്നിരിക്കും. കാരണം എൻ്റെ ഒരു പ്രൊഡ്യൂസർ വന്നു, അദ്ദേഹം പ്രായമുള്ള ആൾക്കാരാണ്. ഡയറക്ടർ എങ്ങനെയാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അല്ല എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി പറയാനറിയാം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലേ, ഞാൻ കുറ്റമായിട്ടില്ല പറയാം. അത് ഗ്യാങ് എനിക്ക് കിട്ടിയിട്ടില്ല. മോഹൻലാൽ പറയ പോലെ എല്ലാം സംഭവിക്കുകയാണ്. സംഭവിക്കുന്നത് അത്രേ ഉള്ളൂ. ലാലേട്ടൻ പറയാം. ഏതായാലും പടം നന്നായിട്ട് ഓടുന്നുണ്ട്. സംഭവം അതെ, എല്ലാ ആശംസകളും നേരെയാണ്. സി മലയാളം ന്യൂസിനൊപ്പം സമയം ചെലവഴിച്ചത് രണ്ടുപേർക്ക് നന്ദി. ഒരുപാട് സന്തോഷം. താങ്ക് യു.